നമസ്കാരം. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയതുപോലെ ദേവസ്വം മന്ത്രിയും ജലീൽ മന്ത്രിയും വേദാന്ത യാത്ര തുടരുന്നു. സ്വാഗതം വക്രദൃഷ്ടി. ബലാത്സംഗ കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി കൂടി പാർട്ടി ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനെ തള്ളിപ്പറഞ്ഞു. നിയമത്തിൻ്റെ വഴിക്കെന്ന വാചകത്തിൻ്റെ പേറ്റന്റ് ഉമ്മൻചാണ്ടിയുടെ കൈവശം ആയതിനാൽ അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. പകരം സർക്കാർ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. അത് സംബന്ധിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. CPM-ൽ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരു അഭിപ്രായവും സംസ്ഥാന കമ്മിറ്റിക്ക് വേറൊരു അഭിപ്രായവും എന്നൊരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. പ്രഭാകരൻ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? അത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വക്കീൽ നോട്ടീസോ നിയമ നടപടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ നിയമ നടപടികളിൽ എന്താണ് നടക്കുന്നുള്ളത് നോക്കി തീരുമാനിക്കാം. 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച് മാർവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? നിയമാനുസൃതമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. അതിനു മുമ്പിൽ ഒരു പാർട്ടിക്കാരനാണെന്നുള്ള പരിഗണന ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ടില്ല. CPM-ൻ്റെ ഒരു സഖാവിനും ഒരു പ്രവർത്തകനും ഗവൺമെൻറ് പ്രത്യേക പരിഗണന കൊടുക്കണ്ട. പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോൾ ആവശ്യം, ഒളിച്ചിരിക്കാൻ ഇടവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല. പാർട്ടി കൈവിട്ടു എന്ന് പാർട്ടി ഗുണ്ടകൾ പോലും പറയില്ല. പിന്നെയല്ലേ ജില്ലാ സെക്രട്ടറിയെ കൈവിടുന്നത്? ആദ്യം പറഞ്ഞത് സർക്കാർ കാര്യം, അത് മുറ പോലെ നടന്നുകൊള്ളും. അടുത്ത ശ്വാസത്തിൽ തന്നെ കോടിയേരി രാധാകൃഷ്ണനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. ഇപ്പോൾ പറഞ്ഞ് രാധാകൃഷ്ണൻ എന്തോ കുഴപ്പം കാണിച്ചു എന്നുള്ള പട്ടിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാധാകൃഷ്ണൻ്റെ ഒരു കുഞ്ഞമ്മ രാധാകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു പോലും, എൻ്റെ മോനെ ഇത്ര കാലമായിട്ട് ഒരു വിവാദത്തിൽ പെടാത്ത അവസാനം ഇങ്ങനത്തെ ഒരു കേസ് പെട്ടല്ലോ. ഇപ്പം ഇതാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ചിത്രം രാധാകൃഷ്ണനെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ ആ ഒരു പ്രചരണത്തെ കൊണ്ടുപോകുന്നത് നല്ലതല്ല. തങ്ങളുടെ ഭരണകാലത്തെ സ്ത്രീപീഡനത്തിൻ്റെ കണക്കുകൾ വെച്ചാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയിൽ ഏറ്റുമുട്ടുന്നത്. CPM-കാർ പ്രതികളായ ഇപ്പോഴത്തെ എല്ലാ കേസുകളും ഉണ്ടായതും UDF ഭരണകാലത്താണത്രേ. ഇപ്പോൾ സ്ത്രീ സംരക്ഷണം സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതായിട്ട് കണ്ടു. ഇവിടെ ദിവസേന ദ്രൗപദിമാർ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു. കേരളത്തിൽ 5 കൊല്ലക്കാലത്തെ അവസ്ഥ എന്തായിരുന്നെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? അന്നിവിടെ എത്ര ഉന്നതന്മാരായ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ടാണ് ആക്ഷേപം വന്നത്. ദുശാസനന്മാർ അന്ന് അടിഞ്ഞാടുകയായിരുന്നില്ലേ ഈ കേരളത്തിൽ? UDF ഭരണകാലത്ത് CPM-കാർ പ്രതിയായ കേസുകൾ പോലും പോലീസ് ഒതുക്കിയ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി ഭരണത്തിൽ കിട്ടാത്ത തണൽ പാർട്ടിക്കാർക്ക് മുമ്പ് കിട്ടിയിരുന്നുവെന്നല്ലേ അതിൻ്റെ അർത്ഥം? തിരുവഞ്ചൂരിൻ്റെയും ചെന്നിത്തലയുടെയും പോലീസിനെ അന്നേ ഭരിച്ചിരുന്നത് CPM-കാരായിരുന്നുവോ? പോലീസ് എന്നും പോലീസ് തന്നെ. കേസ് കിട്ടിയാൽ അവർ ഒതുക്കും. മന്ത്രി KT ജലീൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനൊപ്പം ശബരിമല ദർശനം നടത്തി വന്ന ശേഷം വേറൊരാളായി മാറിയിരിക്കുന്നു. കരിയിലയും മണ്ണാങ്കട്ടയും കൂടി കാശിക്ക് പോയതുപോലെ ഒരു അവിശ്വാസിയും ഒരു ഇതര മതവിശ്വാസിയും കൂടി മല കയറി വന്ന ശേഷം അവിശ്വാസിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതര മതവിശ്വാസി കൂടുതൽ ആധ്യാത്മികമായ ഉൾക്കാഴ്ച നേടിയതുപോലെ. ശബരിമലയ്ക്ക് മാലയിടാൻ വിജയേട്ടൻ സമ്മതിച്ചു. ഒരു മാറ്റം അനിവാര്യമാണെന്ന് എനിക്കും തോന്നി. എനിക്ക് തൃപ്തിയായടാ. ആദ്യമായിട്ടാണ് നിന്നെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കണം മോനെ. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തി ഈ നിമിഷം വരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇനി വേണ്ടത് ശാരീരികവും മാനസികവുമായ ഒരു തയ്യാറെടുപ്പാ. ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു വച്ചാ. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടെ ആദ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. ഈ രാജ്യത്ത് നിലനിന്നിരുന്ന
നല്ല സൗഹൃദത്തിൻ്റെ ഇന്നലകളുടെ പ്രോജ്വലമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ മണ്ഡലകാല ഉത്സവവും. ഞാൻ ആദ്യമായിട്ടാണ് ശബരിമല സന്നിധാനത്തിൽ പോകുന്നത്. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര, ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര, താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര. എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സ്വാമിയേ ശരണമയ്യപ്പ. ശരണമയ്യപ്പാ. മല കയറാൻ ബുദ്ധിമുട്ടൊന്നും കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ. ഉവ്വ്, കരിമല ഇത്തിരി കഠിനം തന്നെയാ. മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു കേട്ടു. ഈ തിരക്കിന്റെ ഇടയിൽ മണിക്കൂറുകളോളം തൊഴു. എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ, അല്ലാതാരും. തോന്നും, മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിച്ചാൽ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും. മലയിറങ്ങിപ്പോകുന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ്. മനസ്സിപ്പോഴും അവിടെ നിൽക്കുക. അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിജയ, ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചെന്റെ പൊരുള്. മനസ്സിലായച്ചാ, എല്ലാം മനസ്സിലായി. ശബരിമല ദർശനാനുഭവം മന്ത്രി ജലീലിൻ്റെ ആധ്യാത്മിക ചിന്തകളെ പ്രോജ്വലിപ്പിച്ചു എന്ന് വേണം പറയാൻ. വിളിച്ചുകൊണ്ടുപോയ ദേവസ്വം മന്ത്രി സഖാവ് കടകംപള്ളി സുരേന്ദ്രന് പോലും തോന്നാത്ത ആത്മീയ അനുഭവമാണ് ജലീലിന് ഉണ്ടായത്. ദേവസ്വം മന്ത്രി മാല ഊരിയെങ്കിലും ജലീൽ സ്വാമി വേദാന്ത ചിന്ത ഉപേക്ഷിക്കുന്നില്ല. സ്വന്തം മണ്ഡലമായ തവനൂരിൽ ഭാരതപ്പുഴയ്ക്ക് നടുവിലെ ക്ഷേത്രത്തിലായിരുന്നു ദേവസ്വം മന്ത്രിയുമൊത്ത് ജലീലിൻ്റെ രണ്ടാം സന്ദർശനം. ഇയാൾക്ക് ശബരിമലയ്ക്ക് പോയപ്പോ എന്തോ ദിവ്യശക്തി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് വീട്ടില് ദർശനത്തിന് ആളുകൾ വന്നും പോയിരിക്കാന്ന് പറയുന്നത് നേരാണ്. ഹോമകുണ്ഠം പോൽ ജ്വലിക്കും മനസ്സിന് സാന്ത്വനം പകരുന്ന യാത്ര. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു മുഴു ഭക്തനായി, പക്ഷെ ഒരു മുഴു കുടിയനായതുപോലാണ് നിങ്ങളുടെ പെരുമാറ്റം. എന്തും മതിയമായ കുഴപ്പം തന്നെയാ. എങ്കിൽ നിങ്ങളുടെയൊക്കെ ഭക്തി വെറും കാപട്യാണ്. ഒരു നാൾ ദൈവം അത് തിരിച്ചറിയും. നിങ്ങൾക്കതിനുള്ള ശിക്ഷയും കിട്ടും. നടയടക്കുന്നതിന് മുമ്പ് എനിക്ക് ക്ഷേത്രത്തിലെത്തണം. പരമപദയാത്ര, പരമാത്മയാത്ര, പ്രണവമന്ത്രാക്ഷര സ്വരമുഖരയാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാന്യനായ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ശബരിമല സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ പോകുമ്പോൾ ജലീലെ വിളിക്കും എന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു പോകുമ്പോൾ എന്നെ നിർബന്ധമായും കൊണ്ടുപോകണം എന്ന്. അദ്ദേഹം വാക്ക് പാലിച്ചു. എന്നോട് ഇന്ന ദിവസം യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തി. കണ്ട കാഴ്ച അത്ഭുതമായിരുന്നു. ഒരുതരം മാന്ത്രികമായ സുഖചലന ഭേദം എന്ന് പറയാവുന്നൊരവസ്ഥ. എല്ലാവർക്കും ഏതറ്റം വരെയും പോകാൻ കഴിയുന്ന ക്ഷേത്രം. ഇത് എന്നോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ നമ്മുടെ ഉപദേശം അവൻ ശിരസാ വഹിച്ചു. കുറ്റം പറയാനൊക്കോ? എന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി? പനിയും ജലദോഷമാണെങ്കിൽ മരുന്നുണ്ട്. ക്യാൻസർ ആണെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് മുറിച്ചു മാറ്റാം. ഇതിപ്പോ നമ്മളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാവർക്കും പ്രവേശനം നൽകപ്പെടുന്ന കേന്ദ്രങ്ങളാവണം. ആത്മീയതക്ക് പരിധികൾ നിശ്ചയിക്കാൻ നമുക്കാവില്ല. ആത്മീയത ഒരു വികാരമാണ്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന ഒരു ആത്മീയമായ ചൈതന്യത്തിന്റെ പ്രഭാവത്തെയാണ് നമ്മൾ ആത്മീയത എന്ന് വിളിക്കുന്നത്. അതിന് മതത്തിന്റെയോ ജാതിയുടെയോ വേലിക്കെട്ടുകൾ തീർക്കാൻ ലോകത്തൊരു വേദഗ്രന്ഥവും ഉദ്ഘോഷിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. വിജയ, വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്ത മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ? മനുഷ്യരെ മുഴുവൻ അംഗീകരിക്കാനല്ലാതെ വേർപിരിവിന് ആഹ്വാനം ചെയ്യുന്നില്ല. ഹേ ധാമാം പ്രപത്യന്തേ ധാം സ്ഥദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. തന്റെ ബോധമണ്ഡലം ജീർണിച്ചു തുടങ്ങിയോല. നിങ്ങൾ ദൈവത്തിന്റെ സാമീപ്യ സിദ്ധിക്ക് വേണ്ടി ഏതേത് വഴികളാണ് സ്വീകരിക്കുന്നതെങ്കിലും ആത്യന്തികമായി നിങ്ങൾ എന്റെ മാർഗത്തിൽ തന്നെയാണുള്ളത് എന്ന് ജഗദീശ്വരൻ പറയുന്നു. ഹേ ധാമാം പ്രപത്യന്തേ ധാം സ്ഥദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ദൈവഭക്തി നല്ല കാര്യമല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇതുപോലെ 24 മണിക്കൂറും ഭക്തിയും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താ? ഞാനൊരു പാർട്ട് ടൈം ഭക്തനായ മതി എന്നാണോ? എന്റെ ഉള്ളിലെ ഭഗവത് ദീപത്തിന് തിരികൊളുത്തിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. ആ നിങ്ങൾ തന്നെ അത് അണച്ചു കളയാൻ പറയല്ലേ അച്ഛാ. എന്തായാലും ഇത് ഞങ്ങൾ സമ്മതിച്ചില്ല. മണ്ഡലകാലം വന്നപ്പോൾ മാല ഇടാനേ പറഞ്ഞോളൂ. ഇട്ടു. ഇനി അത് ഊരണം. അടുത്ത സീസണിൽ വീണ്ടും ഇടാമല്ലോ. ഓ, സീസണൽ ഭക്തി.
ഉദ്യോഗസ്ഥന്മാർക്ക് പബ്ലിസിറ്റി ക്രൈസ് ആണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? അത് ലഹരിക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ച എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിനെ കുറിച്ചായിരിക്കില്ല. ഓഫീസിലിരിക്കാതെ ഫീൽഡിലിറങ്ങി പരിഹാരം കാണുന്ന ഉദ്യോഗസ്ഥനാണ് ഋഷിരാജ് സിംഹം. മനുഷ്യച്ചങ്ങല തീർക്കലും സഞ്ചരിക്കുന്ന ജീപ്പിൽ അഭിവാദ്യം സ്വീകരിക്കലും രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല ഉദ്യോഗസ്ഥർക്കും പറ്റും. ഇതെല്ലാം ലഹരിക്കെതിരെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം. നിറഞ്ഞു നിന്നതേ കടിത്തടാകമോ പകൽ തനിച്ചു മിന്നി മിന്നി നിന്ന താരമോ ഇതാണ് കാവ്യനായകൻ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയും. പറയുന്ന എല്ലാരും ഏറ്റു പറയണം. മദ്യമേ വിഷമേ വിഷമദ്യമേ മദ്യമേ വിഷമേ വിഷമദ്യമേ മൃഗമാക്കും മദ്യമേ മൃഗമാക്കും മദ്യമേ ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ മദ്യം നാടിനാപത്ത് മദ്യം നാടിനാപത്ത് മദ്യം വീടിനാപത്ത് മദ്യം വീടിനാപത്ത് മദ്യം വീടിനാപത്ത് മദ്യം വീടിനാപത്ത് ലഹരിക്കുഴിയിൽ വീഴല്ലേ ലഹരിക്കുഴിയിൽ വീഴല്ലേ. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. കേരളത്തിലുള്ള സകല പാനക്കടകളും ഞാൻ അടിച്ചു പൂട്ടിയിട്ടുണ്ട് സർ. ഇപ്പോൾ കേരളത്തിന് പാനക്കട ഇല്ല. അഥവാ എവിടെയെങ്കിലും പാനക്കട ഉണ്ടെങ്കിൽ ആരോ കാണുകയാണെങ്കിൽ 2 നമ്പർ ഞാൻ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാർ നോട്ട് ചെയ്യുകയാണെങ്കിൽ നാട്ടുകാരുടെ ഒരു പല സ്ഥലങ്ങൾ അത് എഴുതി വെച്ചാൽ നേരിട്ട് എനിക്ക് ഏത് സമയത്തിൽ ആ 2 നമ്പറിൽ വിളിച്ചാൽ MP സാർ പറഞ്ഞതുപോലെ ഒരു 12 മണിക്കൂറിന്റെ നടപടി ഞങ്ങളെ എടുത്തിരിക്കും. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ലിഫ്റ്റുകൾ നന്നാക്കി കൊടുക്കപ്പെടും. നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ലിഫ്റ്റിൽ കയറി ഏതാണ്ട് അരമണിക്കൂറോളം ആ ലിഫ്റ്റിൽ നിന്ന് സാർ. ലിഫ്റ്റിൽ ആവശ്യത്തിലധികം ആളുകൾ കയറിയിട്ടാണ് ലിഫ്റ്റ് നിന്ന് പോയത്.